കിട്ടുന്ന ഉത്തരം നമ്മുടെ ഇന്ത്യ, ഭാരതം എന്നുള്ളതാണ്. അവിടെയുള്ള ആ മഹായജ്ഞത്തിൽ, അതിൻ്റെ സ്വാതന്ത്ര്യത്തിനുള്ള സമരത്തിൽ സ്വന്തം ജീവനെ ബലിയർപ്പിച്ച മഹാനായ എ ഹിറു വക്കം ഖാദറിൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ നമസ്കാരനാകുകയാണ്. നജീബ് എത്ര കൊല്ലമായെന്ന് എനിക്കല്ല, 10-20 കൊല്ലമായി എൻ്റെ ഒരു ആത്മസുഹൃത്താണ്. ഞാൻ ആദ്യഘട്ടത്തിൽ ഹൈക്കോടതിയിൽ 2003 എൻ്റെ ഓരോ മേഖല, ഇന്നിപ്പോൾ തന്നെ നമ്മൾ എടുത്താൽ വൈൽഡ് എൻവയോൺമെൻറ്റ് ഡേ ആണ്. ആ മേഖലയിൽ ഒന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ നമുക്കറിയാൻ സാധിക്കും, ഒരു വ്യതിരിക്തതയുള്ള രാജ്യം നമ്മുടേതായിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും എല്ലാം ഉൾക്കൊള്ളുന്ന സ്വാതന്ത്ര്യസമര കാലഘട്ടത്തെ അഭിയുക്ത ഭാരതം. അതിൽ ഗാന്ധിജിയുടെ ഉൾപ്പെടെയുള്ള പ്രകൃതിയോടുള്ള സമീപനം സ്വീകരിച്ചാൽ ഒരു വ്യതിരിക്തത നമുക്ക് കാണാൻ സാധിക്കും. ആ വ്യതിരിക്തത എന്തെന്ന് ചോദിച്ചാൽ വാസ്തവത്തിൽ ഹ്യൂമൻ സെൻട്രിക്കായിട്ടാണ് മറ്റ് പാശ്ചാത്യ ചിന്തകളെല്ലാം വന്നത്. നമ്മുടെ പഴയ രാഷ്ട്രപതി അതിനോട് പറയുകയും ചെയ്തു. എന്നിട്ട് എനിക്കൊരു പുസ്തകം, അതേ എഴുതിയൊരു പുസ്തകവും തന്നു. അത് അമേരിക്കയിൽ പോയപ്പോൾ നടത്തിയ ഒരു പഠനമാണ്. അതിൽ പറയുന്നു, അവിടെയുള്ള ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം 5 പേര്, നാലാമത്തെ ആളോ 5-ാമത്തെ ആളോ ഡോക്ടർമാരെ ഒരു ലൈൻ നിർത്തി നോക്കിയാൽ അതിൽ 4-ാമത്തെയോ 5-ാമത്തെ ആൾ ഇന്ത്യൻ വംശജരാണ്. ഇതൊരു വലിയ നേട്ടമല്ല ഈ നാടിന്. ഇപ്പൊ തന്നെ അമേരിക്ക എല്ലാ തലത്തിലും നമുക്കറിയാമല്ലോ, എല്ലാ തരത്തിലുള്ള കർശനമായ വ്യവസ്ഥകളും ലോകത്തിന് ഏർപ്പെടുത്തിയപ്പോൾ നമ്മുടെ രാജ്യത്ത് നമ്മുടെ മരുന്നുൽപാദനങ്ങൾക്ക് മാത്രം അതിന് എക്സെപ്ഷൻ കിട്ടി. അപ്പൊ നാളെ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന മരുന്നുകൾ, ആ മരുന്നുകൾ ലോകത്തെമ്പാടും വിപണിയിലേക്ക് എത്താൻ അമേരിക്കൻ പ്രസിഡന്റ് നമ്മളുള്ള പ്രത്യേക സ്നേഹം കൊണ്ടൊന്നും അല്ല, എന്തായാലും സാഹചര്യം എന്ന് എനിക്കറിയില്ല. ഇങ്ങനെ നമ്മുടെ മേഖലകൾ ഓരോന്ന് വളരുകയാണ്. വൈദ്യശാസ്ത്ര മേഖലയിൽ ലോകത്തിന്റെ മുക്കിനും മൂലയിലും, ലോകത്തിന്റെ ഏത് മൂലയിൽ പോയാലും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു മെഡിക്കൽ മേഖലയിലെ ജീവനക്കാരിയായിട്ടുള്ള നേഴ്സായാലും അല്ലെങ്കിൽ ഫാർമസിസ്റ്റ് ആയാലും ഡോക്ടറായാലും എവിടെയും ഉണ്ട് എന്നുള്ള വസ്തുതയാണ്. അപ്പൊ അത് അഭിമാന പുരസ്സരം കേരളം ഉൾക്കൊള്ളേണ്ടതെന്നാണ്. അറിയാൻ കഴിയാതെ പോയി. ഞാൻ വാസ്തവത്തിൽ നജീബിന്റെ അടുത്ത സുഹൃത്തും എനിക്കറിയാവുന്ന ആളാണെങ്കിലും കിംസും എനിക്കറിയാം. ഞാൻ അവിടെ എത്ര തവണ പോയിട്ടുണ്ട്, അറിയാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് കൂടുതൽ കേരളത്തിലേക്ക് വരിക. കേരളത്തിൽ അങ്ങയുടെ സേവനം കൂടുതൽ കേരളത്തിൽ ആവശ്യമുണ്ട്. അത് ഗോവയിലെ അല്ല, പിന്നെ ഗോവയിലേക്ക് ഞാൻ ക്ഷണിച്ചാലും ഗോവ വാസ്തവത്തിൽ പീപ്പിൾ ആർ ഗുഡ് അറ്റ് ഹാർട്ട്. മലയാളികളെക്കാളും മെച്ചമെന്ന് ഞാൻ പറയുന്നില്ല, അത് പിന്നെ മാറിയാണ് എനിക്ക് കൊണ്ട് വരേണ്ടതാണ്. പക്ഷെ നമ്മൾ ഇതൊക്കെ ചിന്തിക്കുമ്പോഴാണ് ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ സാധിക്കുന്ന ആർക്കാണ്? സർവശക്തനായ ദൈവമാണ് സുപ്രീം. അതുകൊണ്ട് അങ്ങനെയുള്ള മതത്തോട് ബന്ധപ്പെട്ട ആളുകളെ ഒക്കെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു പക്ഷെ പറയാം. പക്ഷെ അതിനേക്കാളൊക്കെ അപ്പുറത്തൊരു ഡോക്ടറാണ്. ആ ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രംഗത്ത് ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന രോഗി, അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ആ ഡോക്ടറെ അതിൽ നിന്നും, ആ ഹൃദയത്തിൽ നിന്നും നമുക്ക് മാറ്റാൻ സാധിക്കില്ല. അപ്പോൾ ഏറ്റവും നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നവർക്കാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇടിയതം ഒരു വാക്ക് ഉപയോഗിച്ചു, ഡോക്ടർ ഇടിക്കുന്നതിനെ പറ്റി ഞാൻ സൂചന പറയുണ്ടായി. അതൊന്നും ഇല്ല സാർ, അതൊക്കെ അപൂർവമായി പറയുന്നതാണ്. കേരളം വൈദ്യശാസ്ത്ര രംഗത്ത് ഏറ്റവും നന്നായിട്ട് നല്ല റിലേഷൻഷിപ്പ്. പക്ഷെ അതിൻ്റെ പെർസെൻറ്റേജ് നോക്കിയാൽ, ഡോക്ടറും പേഷ്യൻറ്റും തമ്മിലുള്ള പെർസെൻറ്റേജ് നോക്കിയാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ പേഷ്യൻസിനെ കൈകാര്യം ചെയ്യുന്ന ഡോക്ടർമാർ കേരളത്തിലാണ്. അതിൻ്റെതായ ചില അനിഷ്ട സംഭവം ഉണ്ടാകും. പക്ഷെ എല്ലാവരും, എല്ലാ പാർട്ടികളും സഹകരിച്ച്, ഗവൺമെൻറ് സഹകരിച്ച രംഗം മുന്നോട്ട് പോവുകയാണ്. അപ്പം ഗോവയെ പോലെ ഗോവ നല്ല സ്റ്റേറ്റാണ്. അവിടേക്ക് വന്നാൽ ആലോചിച്ച് നോക്കി. ഞാൻ എല്ലാവരും ആശംസകളും എല്ലാവർക്കും നേരുന്നു. താങ്ക് യു വെരി മച്ച്. ജയ് ഹിന്ദ്, ജയ് ഭാരത്. गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उज्जल जलधि तरंगा
तव शुभ नाम ഫോട്ടോ എടുത്തേ ഞാൻ Thank you very much. മറ്റന്നാൾ ഒരു പരിപാടിയുണ്ട് എൻ്റെ 2 പുസ്തകത്തിൻ്റെ YMCA ഹാളിൽ വെച്ച് 2 പുസ്തകത്തിന് 5